വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ മത്തി മുളക് ചതച്ച് പറ്റിക്കുന്നതാണ്. അതിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ എടുക്കുവാണ്. ചുവന്നുള്ളിയും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞതാണ്, വെളുത്തുള്ളി, പച്ചമുളക് കീറിയത്, കറിവേപ്പില. ഇനി നമ്മൾ ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മിക്സിയിൽ മുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. അതെ, മുളക് അതായത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കണം അതിനകത്തോട്ട്. ഇത് നമുക്കിന്ന് ബാക്കി അതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം. ഇതൊന്ന് ഞെരടി എടുക്കാം. ഇത് തന്നെ പോരാ, ഇതിനകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, ശകല മല്ലിപ്പൊടിയും കൂടി ഇടുവേ. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇച്ചിരി ഉപ്പും ഇട്ട് ഇനി നമുക്ക് ഈ മീൻ അതിനകത്ത് നമുക്ക് ഇതാണ്ടേ ഇതിങ്ങനെ പുരട്ടി എടുക്കണം. ഇപ്പം കണ്ടല്ലോ, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾ, മല്ലി, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ അത് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് നല്ല കുടംപുളി ഉണ്ടല്ലോ, നല്ല അടിപൊളി കുടംപുളി അങ്ങോട്ട് ഒഴിക്കണം. ഇതേ കണ്ടോ, അതിൻ്റെ കളർ കണ്ടോ. വേണ്ട കുടംപുളി നമ്മളതിനകത്ത് ഇടുവാണേ. കുടംപുളി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി വൃത്തിയാക്കി വയ്ക്കണേ. കണ്ടോ, ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഗ്യാസിലോട്ട് വയ്ക്കുകയാണ്. ഇനി നമുക്ക് അത് ഒരു പാത്രമായിട്ട് അടച്ച് വയ്ക്കാം. അതൊന്ന് ആകുന്നത് വരെ. കണ്ട മീൻ അതൊക്കെ ചേർത്ത് വെച്ച് പറ്റിക്കുന്നുണ്ട്. അത് തിളച്ച് വരുന്നതേ ഉള്ളേ. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഉണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കില്ല എരിവില്ലെന്ന്. നല്ല എരിവുള്ള കറിയാണ് കേട്ടോ. നമ്മളിത് നല്ലോണം ഒന്ന് പറ്റണം. പറ്റിയതിന് ശേഷം നമ്മളിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. ഉപ്പും പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. വീണ്ടും നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. ണ്ട് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാവേ. നമ്മൾ ഇച്ചിരി പറ്റാറുണ്ട്, ഇച്ചിരി പറ്റിട്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും ഇടാതെ അതിനകത്ത് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും ഇടാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് നല്ലോണം വയ്ക്കാം. കണ്ടോ, അത് പറ്റി വരുന്നുണ്ട്. നല്ലൊരു കുറച്ചുകൂടെ ഒന്ന് പറ്റണം. നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് കണ്ടോ, അത് പറ്റിയിരിക്കുന്നുണ്ടോ. ഇതേണ്ടേ, ഇതാണ് ഉള്ളിയും മുളകും ചതച്ചിട്ട് നമ്മൾ മത്തി പറ്റിക്കുക എന്ന് പറയാം. കുഞ്ഞ് മത്തി പറ്റിച്ചെടുക്കുക. അത് കൂട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. കണ്ടോ, അപ്പം എല്ലാവരും വീഡിയോ കാണുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടോ, അടിപൊളി വീഡിയോ. അപ്പം ടാറ്റാ.